സിനിമാ സംവിധായകൻ ദിൻജിത്ത് അയ്യത്താന്റെ എക്കോ എന്ന മലയാള സിനിമയുടെ വിജയാഘോഷം ദുബായിൽ നടന്നു. സിനിമയിലെ താരങ്ങൾ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ ആഘോഷത്തിൽ സംബന്ധിച്ചു. എക്കോ സിനിമ കൃത്യമായ സന്ദേശം പ്രേക്ഷകർക്ക് നൽകുന്നുണ്ടെന്ന് സംവിധായകൻ ദിൻജിത്ത് പറഞ്ഞു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. സംരക്ഷണവും നിയന്ത്രണവും തമ്മിലുള്ള വേർതിരിവിനെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന വലിയ സന്ദേശത്തിലാണ് എക്കോ എന്ന സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും തുടങ്ങിയതെന്ന് സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ ദുബായിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സംവിധായകൻ. സംരക്ഷണവും നിയന്ത്രണവും ഒക്കെ പലപ്പോഴൊക്കെ അത് സ്വതന്ത്രമായി മാറുന്ന ഒരു ബുദ്ധിമുട്ട കാലഘട്ടം. അത് തന്നെയാണോ സിനിമയുടെ ഏറ്റവും വലിയ ടാഗ് ലൈൻ? അതെ, അതിൽ നിന്നാണ് ബാഹുൽ ഫസ്റ്റ് കഥയിലേക്ക് ആ തോട്ടിൽ നിന്നാണ് കഥ ഫുൾ രൂപീകരിച്ചത്, ഫുൾ ടോട്ടൽ കഥയും വന്നത്. അതിൽ നിന്നാണ് ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തതും കഥയുടെ ഓരോ പ്രോഗ്രസ്സും നടന്നത്. അതെ, ഒരു പൊളിറ്റിക്സ് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്കെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സ്ത്രീപക്ഷമായിരിക്കാം, അത് പല രീതിയിലും എടുക്കാം. അത് നമ്മൾ പേർപ്പസ്ലി ചെയ്തതല്ല, ബട്ട് അതുണ്ട് എന്നുള്ളത് നിങ്ങൾ പടം കണ്ടുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സിനിമയിലെ നായകൻ സന്ദീപ് പ്രദീപ്, നരേൻ, ബിനു പപ്പു, നിർമ്മാതാവ് MRK ജയറാം എന്നിവരും സംബന്ധിച്ചു. സിനിമയുടെ സ്ക്രിപ്റ്റാണ് തന്നെ ഏറെ ആകർഷിപ്പിച്ചതെന്ന് നായകൻ സന്ദീപ് പറഞ്ഞു. എഴുതി വെച്ചേക്കുന്നതിന്റെ ഒരു ക്ലാരിറ്റി, ആ ലാസ്റ്റ് ഫൈറ്റ് സീനൊക്കെ അത്രയും ഫിയേഴ്സ്ഫുൾ ആയിട്ട് തന്നെയാണ് വാക്കുകളും കൊണ്ട് ബാഹുലേട്ടൻ അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ ആ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇന്റൻസ് പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളൊരു എന്താ പറയുക, ഒരു ഐഡിയ ഫ്രം ദ സ്ക്രീൻ പ്ലേ സ്റ്റേജ് തൊട്ട് തന്നെ എല്ലാ ആക്ടേഴ്സിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ഏറ്റവും വലിയ നേട്ടമായി മാറിയ തിരക്കഥയും ക്യാമറയും നിർവഹിച്ച ബാഹുൽ രമേശും വിജയാഘോഷത്തിൽ സംബന്ധിച്ചു. എനിക്ക് ഡെലിവറി പ്ലാൻസുകളൊന്നുമില്ല. അത് മുൻകൂട്ടി കഥ നിശ്ചയിക്കലോ മുൻകൂട്ടി കഥ രൂപപ്പെടുത്തലോ സ്റ്റോറി ലൈൻ ഈ കഥ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ക്ലൈമാക്സ് ഇന്നതായിരിക്കണം, അങ്ങനെയുള്ള യാതൊരു ടാർഗറ്റഡ് ഗോൾസും ഇല്ല. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പൊ പോണത് പോലെ പോട്ടെ, ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ, ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലാണ് തുടങ്ങണത്. ദി പ്ലോട്ട് പിക്ചേഴ്സ് ആയിരുന്നു സിനിമയുടെ വിതരണക്കാർ. റേഡിയോ താരങ്ങളായ അർഫാസും ഡോണയും പരിപാടിയുടെ അവതാരകരായി. ദുബായ് കിസൈസ് ലുലുവിൽ വാദ്യമേളങ്ങളോടെയാണ് സിനിമയുടെ വിജയാഘോഷവും കേക്ക് മുറിക്കലും ഒരുക്കിയത്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.